ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോവാണ്. പറച്ചിലും എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ വലിയ ഭീകരമായ രാജ്യങ്ങളിലേക്ക് പോവാണെന്ന്. അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് നേരെ തൃശ്ശൂരിലേക്ക് പോവാണ്. വാമികയുടെ ചോറൂടെ നടത്താൻ വേണ്ടി നമ്മൾ നേരെ ഗുരുവായൂരിലേക്ക് പോവാണ്. സോ ഗുരുവായൂർ പോവുക, തൃശ്ശൂരിൽ കുറച്ച് ഒന്ന് സ്പെൻഡ് ചെയ്യുക, ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവളും ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. ട്രെയിനിൽ കയറി തൊട്ടേ അവളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നോട്ടങ്ങളായിരുന്നു. എല്ലായിടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എന്താ സംഭവം എന്ന് ആൾക്കും പിടിയിട്ടിട്ടില്ല. പിന്നെ കുറേ നേരം ആൻറ്റിയുടെ കയറ്റുന്ന പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് ഇൻ്റർസിറ്റിയിലാണ് പോയത്. ഇൻ്റർസിറ്റിയിൽ AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പക്ഷേ അതിൽ നമുക്ക് സ്ലീപ്പർ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായിരുന്നു അത്രയും ലോങ് ട്രാവൽ ചെയ്യാൻ. ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, കുറേ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവളുടെ മൂഡ് മാറി. പിന്നെ ഞാനും ആൻറ്റിയും മാമനും എല്ലാവരുമായിട്ട് മാറിയാണ് അവളെ കയ്യിൽ വെച്ചിരുന്നത്. പക്ഷെ മാമൻ്റെ അടുത്ത് പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ചിരിയും തമാശയൊക്കെയാണ്. ട്രെയിനിലായാലും വഴിയിലായാലും കുറച്ച് പ്രായമുള്ളവരെ കാണുമ്പോഴത്തേനും ഒക്കെ ഭയങ്കര ചിരിയാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് ആൾ മാമൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും മാമൻ അടുത്ത സ്റ്റോപ്പൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ വാങ്ങിയിട്ട് വന്നു. റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ എത്തിയിട്ട് കുറേ സാധനങ്ങളൊക്കെ കഴിക്കാൻ മേടിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയത് കറക്റ്റ് സമയമായിരുന്നു. ട്രെയിനിൽ കയറിയതും ട്രെയിൻ എടുത്തു. നൈറ്റ് ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തി. നേരെ മാമൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എല്ലാവരും ഗുരുവായൂരിലേക്ക് പോയി. ഞാനവിടെ ഒറ്റയ്ക്കായിപ്പോയി. എനിക്ക് കൂട്ടിനായിട്ട് അങ്കിളിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ദേ ആർ സോ സ്വീറ്റ്. എനിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയാണ് എനിക്ക് ഈ ഓട്ടോബയോഗ്രഫി തന്നത്. ഞാൻ കുറേ നേരം അത് മറിച്ചും തിരിച്ചും നോക്കിയെങ്കിലും ഫുള്ളും അങ്ങോട്ട് വായിക്കാനൊന്നും പറ്റിയില്ല. ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേനും എല്ലാവരും അമ്പലത്തിൽ നിന്ന് വന്നു. നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അന്ന് തന്നെ അമ്പലങ്ങളെല്ലാം തീർത്ത് പിറ്റേ ദിവസം കറക്കം, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേനും ഭയങ്കര വലിയ അമ്പലമാണ്. സത്യം പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ തോന്നുന്നത് നമുക്ക് കാണുമ്പോഴത്തേനും. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് വലിയ ഗരുഡനും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. മൊത്തം വ്ളോഗൊന്നും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നല്ല അടിപൊളി വ്ളോഗ് ഇറക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു അമ്പലം. അമ്പലത്തിന് പുറത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ, മുരുകൻ്റെ ആയിക്കോട്ടെ, ഗണപതിയുടെ ആയിക്കോട്ടെ, മഹാദേവൻ്റെ ആയിക്കോട്ടെ, എല്ലാവരുടെയും വിത്ത് ഫാമിലി ആയിട്ടുള്ള സ്കൾപ്ചേഴ്സാണ് അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് ജസ്റ്റ് ഔട്ട്ലുക്ക് മാത്രമാണ്. അകത്ത് ഇതൊന്നും അടിപൊളിയാണ്. പക്ഷെ ഇത്തവണ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും അടുത്തവണ ഞാനിതിൻ്റെ വീഡിയോ ഇറക്കും. നെക്സ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മറൈൻ വേൾഡ് ആയിരുന്നു. ഈ വെക്കേഷന് കുട്ടിയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത്. ആക്ച്വലി അക്വേറിയം മാത്രമല്ല ഉള്ളത്, ഇതിനകത്ത് ഫിഷ് പാ, ഫിഷ് ഫീഡിങ്, അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസും റൈഡ്സും ഒക്കെ ഉണ്ട്. മിനിമം ഒരു 3 hours എങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ മീനിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരേത് ഫാമിലിയിലുള്ളതാണ്, എത്ര സൈസ് ഉണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അറ്റ് എ ടൈം നമുക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് നോളജും കൂടെ കിട്ടും. പിന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ട്. നമുക്ക് മത്സ്യകന്യകയുടെ ആണെങ്കിലും ലുട്ടാപ്പിയുടെ, അങ്ങനെ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതും അണ്ടർ ദി വാട്ടറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് നമ്മുടെ ആ ഒരു വെള്ളത്തിൽ കുറേ മീൻ കിടക്കുന്ന ആ ഒരു ഫോമാറ്റ് അല്ല അത്. ശരിക്കും അവർ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ശരിക്കും ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ കുറേ ആമകൾ, പിന്നെ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ് തന്നെ അവർക്ക് കുറേ സ്പോട്ടുകളുണ്ട് മീനിൻ്റെ. ഇതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് 2-3 മീനുകളെ മാത്രമേ ആദ്യം കണ്ടിരുന്നുള്ളൂ. പിന്നീടാണ് മനസ്സിലായത്, ഈ കാണിക്കുന്ന തെങ്ങ് പോലെ നിൽക്കുന്നത് വരെ അനങ്ങുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ കൈൻഡ് ഓഫ് മത്സ്യങ്ങളാണ്. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് പാറയല്ല, ഇതാണ് സ്റ്റോൺ ഫിഷ്. അതിൻ്റെ കണ്ണ് അനങ്ങുന്ന കണ്ടപ്പോഴാണ് ഇതും ഫിഷ് ആണെന്ന് മനസ്സിലായത്. ദിസ് ഈസ് ദ മോസ്റ്റ് വെനമസ് ഫിഷ്. നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ കുട്ടി ഷാർക്കുകൾ കാണാൻ പറ്റി. ശരിക്കും നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് ഷാർക്കുകൾ, സ്റ്റാർ ഫിഷുകൾ, പിരാനാസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒത്തിരി വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, പിന്നീട് അകത്തേക്ക് പോകുമ്പോഴത്തേനും ഇതുപോലെ കുറേ പ്രേതങ്ങൾ പോലെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഏതൊരു ഹൊറർ പാർക്കിൽ പോകുന്നൊരു എഫക്റ്റൊക്കെ തരും. സൗണ്ട്സ് ഒന്നും ഇല്ലല്ലോ, പക്ഷേ ഒരുപാട് കാണാൻ നല്ല ഭംഗിയാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല എൻ്റർടൈനിങ് ആയിരിക്കും. മറൈൻ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ സത്യം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ഐഡിയാസ് ആണെങ്കിലും അവരുടെ ഡെക്കേഴ്സ് ആണെങ്കിലും ഒക്കെ അവർ ആ ഒരു നല്ല രീതിയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ടണലിനകത്താണ് കയറിയത്. ഒരു വലിയ മത്സ്യത്തിനെ കണ്ടപ്പോഴത്തേനും ഞങ്ങൾ അതിനെ കവർ ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പായിരുന്നു. അതിങ്ങനെ കറങ്ങി വരും. ഓരോ ടൈം ആ ടണലിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേനും 2-3 മത്സ്യങ്ങളുണ്ട്. കറങ്ങി വരുമ്പോഴത്തേനും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും അതിൻ്റെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ തോന്നുമായിരുന്നു. പിന്നെ ആ വലിയ മീനിനോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ നേരം നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കി നിൽക്കും. ചിലർ മൂക്കൊക്കെ തട്ടി ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോയത്. അതിങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് കയറാൻ പറ്റിയ വേറൊരു സംഭവമാണ് ശരിക്കും നമുക്ക് ചുറ്റിനും എന്നുവെച്ചാൽ വേറൊരു ടണൽ, നമുക്ക് അതിനകത്തൂടെ കയറി ഇങ്ങനെ നിൽക്കാം. നമ്മുടെ ചുറ്റിനും ഇങ്ങനെ മത്സ്യങ്ങൾ പൊക്കോണ്ടിരിക്കും. ഇതും നല്ല രസമായിരുന്നു. മാമനിങ്ങനെ റൗണ്ട് ചെയ്ത് 360 നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെ മനസ്സിലായി ഫോട്ടോ പോസിങ് ആയിരുന്നു ഞങ്ങൾ അതിനകത്ത് ഫുള്ളും. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഒരുപാട് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പുറത്ത്, കാരണം എല്ലാവരും ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഇറങ്ങിയ ഉടനെ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതുപോലെ ഒരാൾ ഇറങ്ങിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കയറാൻ പറ്റിയത്. സോ ഇന്ന് എങ്ങനെയാണ് പുറത്തിറങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതും രസമാണ്. കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിയെന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ആളുകൾ നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി. പിന്നെ അവിടെ നേരെ ഞങ്ങൾ ഫിഷ് പായിലേക്കാണ് പോയത്. ഫിഷ് പാ നല്ല രസമായിരുന്നു. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊന്ന് മീൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടിക്ലിയാവും. ഭയങ്കര പേടിയാണ് എനിക്കിതിൽ കാല് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നേരം ഇതിങ്ങനെ വെച്ചിരിക്കും. ജസ്റ്റ് ഒന്നിനൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കാലെടുത്ത് മാറ്റും, അപ്പോൾ അത് ഓടിപ്പോവും. വീണ്ടും കുറേ നേരം വെക്കും, ജസ്റ്റ് വന്ന് ടച്ച് ചെയ്യും, പിന്നെ പോവും. പിന്നെ അനുക്കുട്ടി എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ പിടിച്ചിരുത്താൻ തുടങ്ങി. അതിനുശേഷം ഞാൻ കുറേ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടാണ് കുറേ മീനിങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഫിഷ് പാ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് ഫീഡിങ്. ഫിഷ് ഫീഡിങ് ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ കൂട്ടം മത്സ്യങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മളിങ്ങനെ കയ്യിൽ ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ശരിക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നത് നുണഞ്ഞുകൊണ്ടിരിക്കും. എനിക്കതും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതിനെക്കുട്ടി ഫോഴ്സ് ചെയ്ത് ആ വെള്ളത്തിലേക്ക് എൻ്റെ കൈ പിടിച്ച് മുക്കി. പിന്നെ അതെല്ലാം കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മിറർ ഹൗസിലേക്കാണ്. ഇതിൽ ഒരുപാട് മിറേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കും. നമ്മൾ കറക്റ്റായിട്ടുള്ള സ്പോട്ട് കണ്ടുപിടിച്ച് പുറത്തിറങ്ങണം. ഇതായിരുന്നു ടാസ്ക്. പക്ഷേ എനിക്കിതത്ര വേർത്തായിട്ട് തോന്നില്ല, കാരണം നമ്മളിങ്ങനെ എത്ര തപ്പി പിടിച്ചാലും നമുക്കത് കിട്ടത്തില്ല. ലാസ്റ്റ് അവർ തന്നെ നമ്മൾ തുറന്നോട്ടും. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ശിവയ്ക്ക് ഒരു റൈഡൊക്കെ പോകണമെന്ന് പറഞ്ഞു. അതൊക്കെ പോയിട്ട് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. പിന്നെ ഇത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് തൊട്ട് കളിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും മാമന്മാരും പിന്നെ ആൻറ്റിമാരും എല്ലാവരുമായിട്ട് നമ്മൾ ഓടിത്തൊട്ട് കളിയായിരുന്നു പരിപാടി. ഞാൻ പൊതുവേ മടിച്ചായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് വീണപ്പോൾ തന്നെ ഞാൻ അവിടെ പോയിരുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര എഫേർട്ടിട്ട് ഓടുന്നത് കണ്ടായിരുന്നു. പക്ഷെ ഓടുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലി ഓടുമ്പോഴല്ലോ, നമ്മൾ ഈ മണ്ണിൽ കൂടെ ഓടുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് കാല് പൂന്തി പോവും. എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഇരുട്ടിപ്പോയി. അനുമോളും മാമനും ഭയങ്കര റേസായിരുന്നു. അനുമോളും മാമനെ ഓടിച്ചിട്ട് പിടിക്കുമെന്നുള്ള വാശിയിലായിരുന്നു. പിന്നെ അവിടുത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. പിന്നെ അങ്ങോട്ട് ഫുൾ പാട്ട് മത്സരമായിരുന്നു. ഞങ്ങൾ കാറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ നേരം വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. 12 മണി അടുപ്പിച്ചാണ് വീട്ടിലെത്തിയത്. 3 മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. സോ ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്ത് ഉറങ്ങാതിരിക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു ആകെ കിട്ടിയ കുറച്ച് സമയം ഉറങ്ങിയിട്ട് ബാക്കി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലായി. ഇത്രയും നേരത്തെ ഞങ്ങൾ പോയതുകൊണ്ട് തന്നെ 45 മിനിറ്റ്സ് ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ലോക്കായി. പിന്നെ കുറേ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. വിനീഷങ്ങളിലും അമ്പിളിയാൻ്റിക്കും തിരിച്ചു പോകാൻ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മാമൻ അവരോട് പൊക്കോളാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു ഒരുവിധം അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തൃശ്ശൂരിനോടും വിനീഷങ്കിളിനോടും ആൻറ്റിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു. വെളുപ്പിന് തന്നെ വാമിക്കുട്ടി എണീറ്റിരിപ്പുണ്ടായിരുന്നു. മാമന് നേരത്തെ തന്നെ ഞങ്ങളെ വിളിച്ചുണർത്തി. ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം അവളെയും കളിപ്പിച്ച് വീഡിയോസൊക്കെ എടുത്തു. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ നേരെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നേരെ വീട്ടിലേക്ക്. സോ ഇത്രയേ ഉള്ളൂ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.